വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 4 സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് BCom 4 സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങളും പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നെക്സ്റ്റ് നമുക്ക് പെൻഡിങ് ഉണ്ടായിരുന്ന പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ്. സോ ഈ ഒരു വീഡിയോ ഇടണോ ഇടണ്ടേ എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു, ഇത്രത്തോളം ലേറ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ നാളെ ഉച്ചയ്ക്കാണ് നിങ്ങളുടെ എക്സാം. അപ്പോൾ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓൾറെഡി എന്തുകൊണ്ടാണ് വീഡിയോസ് ഇങ്ങനെ ഡിലേ ആയിട്ട് വരുന്നതെന്നുള്ള എൻ്റെ കാര്യം ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോൺ ഹാക്കായതുകൊണ്ട് പല കാര്യങ്ങളും ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും പരമാവധി ട്രൈ ചെയ്ത് ഞാൻ വീഡിയോസ് ഇടാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. നമ്മൾ 8 ചോദ്യങ്ങൾ പാർട്ട് ബിയിൽ വരുന്നതിൽ 4 പ്രോബ്ലംസും 4 തിയറി ചോദ്യങ്ങളാണ് വരാറ്. സോ ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെയാണ് 4 പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ളത് 1 by 1 ആയിട്ട് കാണാം. സോ നമ്മൾ മെറ്റീരിയൽ ചാപ്റ്ററിൽ നിന്ന് എല്ലാ പേപ്പറിലും വരുന്ന ഒരു ചോദ്യമാണ് ആദ്യം EOQൻ്റെ കാൽക്കുലേഷൻ ഒന്നുകിൽ നമ്പർ 1. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലെവൽസിൻ്റെ അതിലിപ്പോൾ മിനിമം ലെവൽ, ആ ലെവൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലം ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ്. മിനിമം ലെവൽ, മാക്സിമം ലെവൽ കണ്ടുപിടിക്കുക, മാക്സിമം ലെവൽ, റീഓർഡർ ലെവല്, ഈ ലെവൽസ് റീഓർഡർ ലെവല് ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു പ്രോബ്ലം അതെന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ EOQ അല്ലെങ്കിൽ ലെവൽസ് ഇതിലേതെങ്കിലും ഒരെണ്ണം മാറി വരാറുള്ളതാണ്. ഇനി നെക്സ്റ്റ് തരാനുള്ള സജഷനാണ് ആ ഒരു ചാപ്റ്ററിൽ തന്നെ നമുക്ക് FIFO ഇതിലേതെങ്കിലും ഒരെണ്ണം അറിയാലോ. ഒന്നെങ്കിൽ FIFO, LIFO, ലെഡ്ജറിൻ്റെ പ്രിപ്പറേഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം, സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് കൂടുതൽ LIFO FIFO തന്നെയാണ് കണ്ടുവരാറ്. ചില സമയത്ത് സിമ്പിൾ ആവറേജ് വരാറുണ്ട്, വെയ്റ്റഡ് ചിലപ്പോൾ മാത്രമാണ് കണ്ടുവരാറ്. സോ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. നിർബന്ധമായും പഠിക്കണം. ഈ നെക്സ്റ്റ് ലേബറിൽ നിന്ന് എല്ലാ പ്രാവശ്യം ഒരു പ്രോബ്ലം വരും. അത് ഒന്നെങ്കിൽ ഇപ്പോൾ ടൈലറിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റോ, ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് ഉണ്ട്. അതല്ലെങ്കിൽ ബോണസ് പ്ലാനുകളിലെ ഏതെങ്കിലും ഒരെണ്ണം, അതിപ്പോൾ എന്താണ് ബോണസ് പ്ലാനുകളിലെ ഏതെങ്കിലും ഒരെണ്ണം, അത് ചിലപ്പോൾ റോവൻ ആവാം, ഹാൽസി ആവാം, റോവൻ പ്ലാൻ ആവാം, അല്ലെങ്കിൽ റോവൻ ഇതിലേതെങ്കിലും ഒരെണ്ണം. അപ്പോൾ ഇതാണ് നമ്മൾ 5 മാർക്കിന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. നിർബന്ധമായും പഠിക്കണം കേട്ടോ. നമ്മൾ ലൈബ്രറിയിൽ നിന്നൊരു പ്രോബ്ലം എല്ലാ പ്രാവശ്യം വരുന്നതുകൊണ്ട് ഫോക്കസ് ചെയ്യുക, ഈസിയാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം എന്ന് പറയുന്നത് ഓവർഹെഡ് ചാപ്റ്ററിൽ നിന്നാണ്. അതിൽ മെഷീൻ അവർ റേറ്റിൻ്റെ പ്രോബ്ലം വരാറുള്ളതാണ്. നിർബന്ധമായും പഠിക്കുക, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് പാസഞ്ചർ കിലോമീറ്ററിൻ്റെ കാൽക്കുലേഷനോ, ഈസി ചോദ്യം അത്. പാസഞ്ചർ കിലോമീറ്ററോ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ടൺ കിലോമീറ്ററോ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. സോ ഇത് രണ്ടും നോക്കിയിരിക്കണം. മാറി വരാറുള്ള ചോദ്യമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രോബ്ലം. ചിലപ്പോൾ മാത്രമാണ് വരാറ്. ഇപ്പോൾ മറ്റൊരു പ്രോബ്ലം കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രോബ്ലം നോക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന
ഒരു 6 ചോദ്യങ്ങളുടെ ഇതിലേതെങ്കിലും ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് 4 എണ്ണമായിട്ട് വരാം പ്രോബ്ലത്തിൻ്റെ കേസിൽ കേട്ടോ. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തിയറി ഏരിയാസ് ഒന്ന് കാണാം. സോ തിയറിയിൽ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ആ ചാപ്റ്ററിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്, അതും പ്രതീക്ഷിക്കാം. അങ്ങനെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏതെങ്കിലും ഈ പറഞ്ഞ തിയറി ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് തിയറിയിൽ തന്നെ എന്താണ് വീഡിയോ അനാലിസിസ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. വീഡിയോ അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായി നോക്കുക. പിന്നെ കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ചാപ്റ്ററിൽ നിന്ന് റൈറ്റ് എ നോട്ട് ഓൺ അസൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം. മറ്റൊരു ചോദ്യം 2 പ്രോസസ് കോസ്റ്റിംഗ് വന്നിട്ടുണ്ട്. പിന്നെ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം പലപ്പോഴും വരാറുണ്ട്. ചില സമയത്ത് എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ്, ഇതിലേതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. ഓക്കെ, നോക്കിയിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് സെപ്പറേറ്റ് ആയിട്ട് നൽകാം. വാട്ട് ആർ ദി പ്രിലിമിനറീസ് ടു ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ സ്റ്റാൻഡേർഡ് റിപ്പീറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുണ്ട്, അതാണ് സജഷനായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. പർച്ചേസ് ഓഫ് മെറ്റീരിയലിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം വന്നിട്ടുള്ളതാണ്. അതിൻ്റെ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് ഇൻ ദ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ്. നോക്കിയിരിക്കണം മെറ്റീരിയൽസ്. ലാസ്റ്റ് ഒരു സജഷൻ കൂടി തിയറി ആയിട്ട് തരാനുള്ളത് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡിൻ്റെ മെത്തേഡ്സ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തിയറി ക്വസ്റ്റ്യൻസ് ഇതാണ് 5 മാർക്കിൻ്റെ. അപ്പോൾ ഇതാണ് ടോട്ടൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ. ഞാൻ പറഞ്ഞു 4 പ്രോബ്ലംസ് 4 തിയറിയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ പ്രോബ്ലംസിൽ വരുന്ന ചോദ്യങ്ങൾ EOQ വരാം, സ്റ്റോക്ക് ലെവൽസിൻ്റെ പ്രോബ്ലം വരാം, മിനിമം ലെവൽ, മാക്സിമം ലെവൽ, റീ ഓർഡർ ലെവൽ, അതിലേതെങ്കിലും വരണം. പിന്നെ സ്റ്റോർസ് ജനറൽ പ്രിപ്പറേഷനിൽ ഉള്ള ഫിഫോ, ലിഫോ, സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജിൽ ഏതെങ്കിലും ഒരെണ്ണം. ലേബറിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റോ, ബോണസ് പ്ലാനുകളിൽ ഹാൽസെ, റോവൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. മെഷീൻ അവർ റേറ്റിൻ്റെ പ്രോബ്ലം, പിന്നെ പാസഞ്ചർ കിലോമീറ്റർ, ആബ്സല്യൂട്ട് ടൺ കിലോമീറ്റർ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. കോഷീറ്റിൻ്റെ പ്രോബ്ലം, ഇതൊക്കെയാണ് പ്രോബ്ലത്തിൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ തിയറിയുടെ കേസിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ഡിഫറൻസ്, ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്, വീഡിയോ അനാലിസിസ് എന്താണ്, write a note on assignment of profit on incomplete contract, process costing ന്റെ characteristics, standard costing ന്റെ advantages, disadvantages, പിന്നെ preliminaries to the establishment of a standard, മറ്റൊരു ചോദ്യം purchase of material ന്റെ steps, absorption of overhead ന്റെ methods. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. അതിൽ ആദ്യത്തെ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു.
എത്ര ലേറ്റ് ആയാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്കല്ല എക്സാം. ഞാൻ ഈ വീഡിയോസൊക്കെ യൂഷ്വലി നേരത്തെ ചെയ്യാറുള്ളതാണ്, ലാസ്റ്റ് എക്സാമിനേഷൻ ടിപ്സൊക്കെ ഇടാറുള്ളതാണ്, ലൈവ് ഉണ്ടാവാറുണ്ട്. എനിക്ക് അതിനുള്ള ടൈമൊന്നും ഇപ്പോൾ ഇപ്രാവശ്യം ഈ ഒരു പ്രശ്നം വന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാനൊക്കെ കറക്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നാളെ മുതൽ ലൈവ് ഒക്കെ ഇനിയുള്ള എക്സാമിനെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ചാനലിലൂടെ നൽകുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നടത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.